ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. ഇറ്റ്സ് മീ വടക്കൻ. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 8-9 ക്ലാസ്സുകളിലൊക്കെ മാത്തമാറ്റിക്സിൽ മാർക്ക് കുറഞ്ഞാലും 10ാം ക്ലാസ്സിൽ A+ വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പിള്ളേരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സാർ ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സാറ് ഒരു 3-4 വർഷം മുമ്പ് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത്, മീൻസ് ഒരു ക്ലാസ് ഇങ്ങനെ തുടങ്ങിയ സമയത്ത്, ബേസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഞാനൊരു മോനോട് പറഞ്ഞു, മോനെ ഈ 98-ൽ നിന്നും 2 കുറച്ചാൽ എത്രയാണ് ആൻസർ എന്ന്. ആ മോന് ക്ലാസ്സിൽ നിന്നും പെട്ടെന്ന് പെണ്ണ് അവിടെ ഇരുന്നുകൊണ്ട് ഫസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. മോൻ പെട്ടെന്ന് പെണ്ണെടുത്തിന് കണ്ടിട്ട് ഒരു 98 വരെ ഇങ്ങനെ ഇട്ടു. 98 ലൈൻസ് ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ബാക്കിൽ നിന്നും ചിരികളും കാര്യങ്ങളും, മീൻസ് ഓനങ്ങനെ കളിയാക്കുന്ന ഒരു രൂപത്തിലേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ മെല്ലെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിങ്ങാണ്ട് ഞാൻ പറഞ്ഞു, എന്ത് മിണ്ടരുതെന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞു. അവൻ ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് അത് നിരീക്ഷിച്ചിരുന്നു. അവൻ 98 ലൈനുകൾ ഇങ്ങനെ ഇട്ടു. 98 ലൈൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു, സാർ എത്രയായിരുന്നു കുറയ്ക്കാൻ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞു 2 കുറയ്ക്കണം, 92 2 കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്ത് ചെയ്തു എന്നറിയോ, ഈ 2 വരെ ഇങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് എന്നോട്, ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു ആൻസർ പറയുന്നത്, കാരണം 98 2 കുറച്ച് 2 വെട്ടി ബാക്കി 96 എന്നുള്ള ആൻസർ പെട്ടെന്ന് പറയുന്നു വിചാരിച്ചു. പക്ഷെ അവൻ പറഞ്ഞില്ല. അവൻ ബാക്കിയുള്ള 96 എണ്ണം എണ്ണി എടുത്തിട്ടാണ് എന്നോട് പറഞ്ഞിരുന്നത്, സാറേ ആൻസർ 96 ആണെന്ന്. അപ്പൊ ഇങ്ങനത്തെ ഒരു കുട്ടി പിന്നീട് അവൻ വർക്ക് ചെയ്തിട്ട്, അവന്റെ വർക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്, അവൻ വർക്ക് ചെയ്തിട്ട് അത് അവസാനം SSLC റിസൾട്ട് വന്ന ദിവസം ആ മോന്, ഞങ്ങളിങ്ങനെ റിസൾട്ട് നോക്കാൻ വേണ്ടി ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത്, ഞങ്ങൾ ഓഫീസിൽ ഇരുന്ന് ഇങ്ങനെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മോന് ഓടി വന്ന് കണ്ടിട്ട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, സാറേ എനിക്ക് മാത്തമാറ്റിക്സിൽ A+ ആണ് കേട്ടോ. ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ആക്ച്വലി എന്താ നമ്മൾ പറയാ, അൺബിലീവബിൾ മൊമെന്റ് ആയിരുന്നു. നടക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കാനൊന്നും പോകുന്നില്ല. അതേസമയം നമുക്കത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നേടിയെടുക്കാവുന്ന ഒരു റിസൾട്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത്രയും കാലം എങ്ങനെ പഠിച്ചു, എത്ര റിസൾട്ട് ഉണ്ട് എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾ ഇനി എടുത്തു വെക്കാൻ പോകുന്നത്, നിങ്ങൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് 10ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു മഹാലോകത്തേക്കാണ്. ഈ 10ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് എൻ്റെ മക്കൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. ഡെയിലി ഒരു 1 to 2 hours നിങ്ങൾ എന്താക്കുക, ഇരുന്ന് പഠിക്കുക. മാത്തമാറ്റിക്സിന്റെ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ മക്കൾ പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരുന്നോ, നിങ്ങൾ തോറ്റോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നിങ്ങൾ സ്ഥിരമായിട്ട് ഡെയിലി ഒരു 1 ക്വസ്റ്റ്യൻ വീതം, ഇന്നു മുതൽ എക്സാം വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ വീതം നിങ്ങൾ കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ബുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ ബുക്കിൽ ഓരോ ദിവസവും ക്വസ്റ്റ്യൻസ് എടുക്കുക. നമുക്ക് വേരിയസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ വീതം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സാം ആകുമ്പോഴേക്കും ഏകദേശം 300 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കും. അപ്പൊ 300 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ വീതം പഠിക്കുക, 5 ദിവസം കഴിയുമ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ എന്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ മക്കളെ, ഇതുപോലെ നിങ്ങൾക്ക് ട്രിക്സുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സബ്ജക്ട് കോണ്ടന്റ്സുകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും RK ക്ലാസ് നിങ്ങളെ കൂടെ ഉണ്ടാവും. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ സെലിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം ആർക്കേനെക്സ്. ബൈ, സീ യു ലേറ്റർ.